റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കേരള സർവകലാശാലയിൽ VC രജിസ്ട്രാർ പൗരന് അയവില്ല. രജിസ്ട്രാർ KS അനിൽകുമാറിന് ശമ്പളം നൽകരുതെന്ന VCയുടെ ഉത്തരവ് നടപ്പിലായി. കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ല. 2 ശമ്പള പട്ടികയിലും അനിൽകുമാറിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥന് ശമ്പളം നൽകേണ്ടതില്ലെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം ചേരുന്നു. ഗോപാൽ ശീലാസനൽ, ഇപ്പോൾ രജിസ്ട്രാറായി തുടരുന്നു എന്നതാണല്ലോ അനിൽകുമാറിന്റെ ഭാഷ്യം. കേസ് കോടതിയിൽ കയറുന്ന സാഹചര്യവുമുണ്ട്. ഇവിടെ ഇപ്പോൾ ശമ്പളം കൊടുക്കേണ്ടതില്ല എന്ന VCയുടെ ഉത്തരവ് നടപ്പായിരിക്കുകയാണ്. അതെ സുജിയ, നേരത്തെ തന്നെ ഈ തർക്കത്തിനിടയിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മൽ അന്നത്തെ താൽക്കാലിക രജിസ്ട്രാറായിട്ടുള്ള, അതായത് രജിസ്ട്രാർ ഇൻചാർജ് ആയിട്ടുള്ള മിനി കാപ്പനൊരു നിർദ്ദേശം നൽകിയിരുന്നു. അതായത് സസ്പെൻഷനിലുള്ള ഡോക്ടർ KS അനിൽകുമാറിന്റെ ശമ്പളം നൽകരുത് എന്നും സസ്പെൻഷനിലുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അലവൻസ് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നുമായിരുന്നു. എന്നാൽ ഇത് നിയമവിരുദ്ധമാണ് എന്നതായിരുന്നു രജിസ്ട്രാറും സിൻഡിക്കേറ്റും ആ ഘട്ടത്തിൽ വാദിച്ചിരുന്നത്. പക്ഷേ അതെല്ലാം വെറുതെയായി. ഇപ്പോൾ രജിസ്ട്രാർക്കെതിരായ VCയുടെ ഉത്തരവ് നടപ്പിലായിരിക്കും. ജൂലൈ മാസത്തെ ശമ്പളം ഇതുവരെയും, ഇന്ന് ഓഗസ്റ്റ് 9-ാം തീയതിയാണ്, ഇതുവരെയും രജിസ്ട്രാർ അനിൽകുമാറിന് നൽകിയിട്ടില്ല. അത് തടഞ്ഞു വെക്കാനുള്ള VCയുടെ ഉത്തരവ് നടപ്പിലായിരിക്കുന്നു. അതായത് 2 ഘട്ടങ്ങളിലായിട്ടാണ് സർവകലാശാലയിൽ ശമ്പള വിതരണം നടത്തുക. ആദ്യം 1-ാം തീയതി ഒരു വിഭാഗം ജീവനക്കാർക്ക് ശമ്പളം വരും. 1-ാം തീയതി ശമ്പളം വരുന്ന കൂട്ടത്തിലുള്ള വ്യക്തിയാണ് ഡോക്ടർ KS അനിൽകുമാർ. പക്ഷെ അപ്പോൾ 1-ാം തീയതി വന്നിരുന്നില്ല. അപ്പോൾ കരുതിയിരുന്നത് 2ാമത്തെ ഘട്ടമായ 6-ാം തീയതി, ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് 2ാം ഘട്ട ശമ്പള പ്രോസസിംഗ് നടക്കുന്നത്. 6-ാം തീയതി ശമ്പളം വരുമെന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ 6-ാം തീയതിയും ശമ്പളം വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക മറുപടിയോ വിശദീകരണമോ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല എന്നതാണ് ഡോക്ടർ KS അനിൽകുമാർ നൽകുന്ന വിശദീകരണം. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലേക്കുള്ള അതായത് ഹൈക്കോടതിയിൽ ഇതിന്റെ തർക്കം പുരോഗമിച്ചു വരുമ്പോൾ താൻ തന്നെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് കാട്ടി KS അനിൽകുമാർ നൽകിയ ഹർജിയിന്മേലുള്ള വാദം പുരോഗമിച്ച് ആ വാദം പൂർത്തിയായി. അത് വിധി പറയാൻ മാറ്റിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സമാന്തരമായി VC വിടാതെ അനിൽകുമാറിനെ പിടിച്ചിരിക്കുന്നത്. ഇനി കോടതി വിധി എന്താണ് എന്നറിഞ്ഞതിനു ശേഷം ബാക്കി തുടർ നടപടികളും പ്രതികരണവും നടത്താമെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഇനി എന്ത് സംഭവിക്കും? ശമ്പളമില്ല, സസ്പെൻഷനിലെ ശമ്പളം എന്തിനു കൊടുക്കണമെന്ന് VC ചോദിക്കുന്നു. അക്കാര്യത്തിൽ മാറ്റം വരുമോ? ശമ്പളം കിട്ടുമോ അനിൽകുമാർ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം.